ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ധന്യ. അപ്പൊ നമ്മുടെ സെറ്റ് എക്സാമിനായിട്ടുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും എന്നൊരു വിശ്വാസത്തിലാണ് ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏത് രീതിയിലാണ് പഠിക്കുക ഒരു കൺഫ്യൂഷൻ. ആദ്യമായിട്ട് സെറ്റ് എക്സാം എഴുതാൻ പോകുന്നവർക്ക് ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇനി അങ്ങനെയല്ല, കഴിഞ്ഞ തവണയൊക്കെ സെറ്റ് എക്സാം എഴുതിയവരാണെന്നുണ്ടെങ്കിലും കഴിഞ്ഞ സെറ്റ് ജനറൽ പേപ്പർ കുറച്ച് ടഫ് ആയതുകൊണ്ട് തന്നെ ഇനിയും അതുപോലെ ആയിരിക്കോ, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഫോക്കസ് ഏരിയാസ് തന്നെയാണോ ആക്ച്വലി ഫോക്കസ് ഏരിയാസ്? ആക്ച്വലി ഇതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. കാരണം നമ്മളിപ്പോ വിചാരിക്കുന്ന, നമ്മൾ സെൽഫ് സ്റ്റഡി ആവുന്ന സമയത്ത് നമ്മളാണ് അവിടെ പഠിക്കുന്നത് അല്ലെ? അപ്പൊ നമ്മളായിട്ട് വിചാരിക്കുന്ന കുറച്ച് ഫോക്കസ് ഏരിയാസ് ഉണ്ടാവും. അപ്പൊ ആ ഫോക്കസ് ഏരിയാസ് ഒന്നും ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരില്ലായിരിക്കും. അതായത് നമ്മുടെ പേപ്പർ നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ എക്സാമിന് നോക്കുന്ന സമയത്ത്, എക്സാമിലെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് അതില് വന്നിരിക്കുന്നത് വേറെ എവിടുന്നൊക്കെയോ ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ വിചാരിച്ച, നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ച ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടാവില്ല. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇനിയുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. സോ ഇന്നത്തെ ഒരു സെഷനിൽ ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു 10 ഫോക്കസ് ഏരിയാസ് ആണ്. പക്ഷെ എനിക്കും ഇതിന്ന് മാത്രമേ ക്വസ്റ്റ്യൻസ് വരുള്ളൂ എന്ന് എനിക്കും പറയാൻ പറ്റില്ല. ഓക്കെ, അതായത് 10 ഫോക്കസ് ഏരിയാസ് പറയും ഇതിന്ന് മാത്രമേ ക്വസ്റ്റ്യൻസ് വരുള്ളൂ, ഇതിന് പുറമേ ക്വസ്റ്റ്യൻസ് വരില്ല, അല്ലെങ്കിൽ ഇത് മാത്രം പഠിച്ചാൽ മതി, അങ്ങനൊന്നും ഞാൻ പറയുന്നില്ല. അത് ആദ്യമേ പറയാം. പക്ഷേ ഈ 10 ഫോക്കസ് ഏരിയാസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ആ ഒരു കാര്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ 10 ഫോക്കസ് ഏരിയാസ്, ഇപ്പൊ ഞാൻ ഇന്നത്തെ സെഷനിൽ പറയുന്ന 10 ഫോക്കസ് ഏരിയാസ് ഉണ്ട്. ആ 10 ഫോക്കസ് ഏരിയാസ് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല. അതിന്റെ ഒരു ഡീപ്പ് സ്റ്റഡി നമുക്ക് ആവശ്യമാണ്. അതിൽ നിന്ന് ഫ്രീക്വന്റ്ലി ഒരുപാട് തവണ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ 2016 തൊട്ട് 2026 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പരിശോധിച്ചപ്പോ കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്ന ഏരിയാസ്, അതിന് നമുക്ക് ഫോക്കസ് ഏരിയാസ് എന്ന് പറയാം. പക്ഷെ ഇനി അടുത്ത എക്സാമിൽ അതിൽ നിന്ന് മാത്രമേ ചോദിക്കുള്ളൂ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഫ്രീക്വന്റ്ലി ആസ്കിങ് ക്വസ്റ്റ്യൻസ് ഏരിയ ആണ് ഇവിടെ ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഒരിക്കലും നിങ്ങൾ ഈ ഒരു ഏരിയാസ്, ഈ 10 ഏരിയാസ് സ്കിപ്പ് ചെയ്യരുത്. അപ്പൊ ആദ്യമേ സന്തോഷത്തോടെ പറയുവാണ്, നമ്മുടെ കഴിഞ്ഞ സെറ്റ് എക്സാമിന് ഇത്രയും റിസൾട്ട് ഉണ്ട്. 567 റിസൾട്ട് ആണ് നമുക്കുള്ളത്. അപ്പൊ അതിന്റെ മീറ്റപ്പും കാര്യങ്ങളുടെയൊക്കെ തിരക്കിലാണ് ആക്ച്വലി ഞങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും റിസൾട്ട് നേടിക്കൊടുത്ത ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മുടെ ഈ ഒരു കോമ്പറ്റേറ്റീവ് ക്രാക്കർ എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കും കൂടെ സാധിക്കും. അപ്പൊ അതിന്റെ ബാച്ചും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സെറ്റ് എക്സാമിനായിട്ടുള്ള പുതിയ ബാച്ചും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി 10 ഫോക്കസ് ഏരിയാസ് ആണ്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് തന്നെ നോക്കാം. ഓരോ ഫോക്കസ് ഏരിയാസ് ആയിട്ട് തന്നെ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ ഫിലോസഫേഴ്സ് ആൻഡ് മേജർ വർക്ക്സ്. ഞാൻ പറഞ്ഞത് ഇപ്പൊ കഴിഞ്ഞ സെറ്റ് എക്സാമിന്റെ മാത്രമല്ല ഞാൻ പരിശോധിച്ചത്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയപ്പോൾ അതിൽ റിപ്പീറ്റഡ് ആയിട്ട് എഡ്യൂക്കേഷണൽ ഫിലോസഫേഴ്സ് ആൻഡ് മേജർ വർക്ക്സ് അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് എഡ്യൂക്കേഷണൽ ഫിലോസഫേഴ്സ്, നമ്മുടെ സ്വാമി വിവേകാനന്ദൻ ആയിക്കോട്ടെ, ഗാന്ധിജി ആയിക്കോട്ടെ, റൂസോ ആയിക്കോട്ടെ, ജോൺ ഡൂയി ആയിക്കോട്ടെ, പൗലോ ഫ്രെയ്രി ആയിക്കോട്ടെ, അങ്ങനെയുള്ള എഡ്യൂക്കേഷണൽ ഫിലോസഫേഴ്സും അവരുടെ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്സും അത് കൂടുതലായിട്ട് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. കണ്ടോ, കീ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് കൂടുതൽ. ഞാൻ അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോ അതിൽ കൂടുതലും മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. അതായത് റൂസോ ആണെങ്കിൽ നെഗറ്റീവ് എഡ്യൂക്കേഷൻ ആണ് കൂടുതൽ ചോദിച്ചിരിക്കുന്നത്. പിന്നെ പൗലോ ഫ്രെയ്രി ആണെങ്കിൽ പെഡഗോജി ഓഫ് ദ ഒപ്രസ്ഡ് അല്ലെങ്കിൽ ക്രിറ്റിക്കൽ പെഡഗോജി, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. മരിയ മോണ്ടിസോറി ആണെങ്കിൽ ദ ഡിസ്കവറി ഓഫ് ദ ചൈൽഡ് ചോദിച്ചിട്ടുണ്ട്. ജോൺ ഡൂയി ആണെങ്കിൽ പ്രാഗ്മാറ്റിസം പ്രാഗ്മാറ്റിസമായിട്ട് റിലേറ്റഡ് ആയിരിക്കുന്നു. ഇനി ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് എടുക്കുന്ന സമയത്ത് ഗാന്ധിസ് വാർധ സ്കീം, ടാഗോറിന്റെ നേച്ചർ ബേസ്ഡ് ലേണിംഗ്, അതുപോലെ വിവേകാനന്ദന്റെ മാൻ മേക്കിംഗ് എഡ്യൂക്കേഷൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യത്തെ യൂണിറ്റ് മീൻസ് നമ്മുടെ എഡ്യൂക്കേഷനിലോട്ട് ഇറങ്ങുന്ന സമയത്ത് ആദ്യത്തെ സബ്ജക്ട്സിന്റെ കാര്യങ്ങൾ ഞാൻ അധികം പറയുന്നില്ല. മാത്സ് ഉണ്ട്, ബേസിക് മാത്സ് ഉണ്ട്, സയൻസ് ഉണ്ട്, സോഷ്യൽ ഉണ്ട്, ലാംഗ്വേജ് ഉണ്ട്, അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. നമ്മുടെ ടീച്ചിങ് ആപ്റ്റ്യൂഡ് എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു നമ്മൾ ബിഎഡുമായിട്ട് പഠിച്ച കാര്യങ്ങളാണ് ഞാൻ റിലേറ്റ് ചെയ്ത് പറയുന്നത്. സോ അതിൽ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു ഭാഗമാണ് എഡ്യൂക്കേഷണൽ ഫിലോസഫേഴ്സ് ആൻഡ് മേജർ വർക്ക്സ് എന്നുള്ളത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഫോക്കസ് ഏരിയ, എഡ്യൂക്കേഷണൽ ഫിലോസഫേഴ്സ് ആൻഡ് മേജർ വർക്ക്സ്. രണ്ടാമത്തെ ഡെവലപ്മെന്റൽ സൈക്കോളജി ആൻഡ് ലേണിംഗ് തിയറീസ്. അപ്പോ നമ്മൾ കൂടുതലായിട്ടും സെറ്റ് എക്സാമിന് അതിന് ഓരോ മൂഡാട്ടോ. ആക്ച്വലി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നവർക്ക് ഓരോ മൂഡാ. ചില സമയത്ത് സൈക്കോളജിയിൽ നിന്നും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പക്ഷെ ഈ കഴിഞ്ഞ സെറ്റ് ജനറൽ പേപ്പറിലൊന്നും സൈക്കോളജിയിൽ നിന്നും അധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. പകരം ആ ഹിസ്റ്ററി ആൻഡ് പോളിസീസ് ഉള്ള ഭാഗവും, അതുപോലെ തന്നെ ബാക്കി നമ്മുടെ റിസർച്ച് അസേർഷൻ റീസൺ പോലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ICT ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, കൂടുതൽ തവണ റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ഏരിയ ആണ് ഞാൻ പറയുന്നത്.
അപ്പോൾ ഡെവലപ്മെന്റൽ സൈക്കോളജി ആൻഡ് ലേണിംഗ് തിയറി ആണ് രണ്ടാമത് ഫോക്കസ് ഏരിയ ആയിട്ട് വരുന്നത്. ഡെവലപ്മെന്റൽ സൈക്കോളജി ആൻഡ് ലേണിംഗ് തിയറീസ്. അപ്പൊ അതിൽ തന്നെ നോക്കിക്കേ, പിയാഷെ വേഴ്സസ് വൈഗോട്സ്കി, അതായത് രണ്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നിട്ട് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പിയാഷെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ വൈഗോട്സ്കി, അങ്ങനെ രണ്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ദെൻ ലേണിംഗ് ഹൈറാർക്കീസ്, അതായത് ഗാഗ്നയുടെ തിയറിയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഗാഗ്നയുടെ തിയറിയിൽ നിന്നും ഒരുപാട്, എനിക്ക് തോന്നുന്നു റീസെന്റ്ലിയും ഗാഗ്നയുടെ തിയറിയിൽ നിന്ന് വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതോ കേട്ടറ്റാണോ സെറ്റാണോ എന്ന് ആക്ച്വലി ചെറിയൊരു ഓർമ്മയില്ല. പക്ഷെ ഗാഗ്നയുടെ കേട്ടറ്റിനോ സെറ്റിനോ ഏതിനോ ഒന്നിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നിരിക്കുന്ന അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ സൈക്കോളജിയിൽ തന്നെ ഗാഗ്നയുടെ തിയറി എന്ന് പറയുന്നത്. പിന്നെ കണ്ടീഷനിങ് എന്നുള്ളൊരു സംഭവം, അതായത് പാവ്ലോന്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും സ്കിന്നറുടെ ഒപ്പറാൻഡ് കണ്ടീഷനിങ്ങും, അതിനെ ബേസ് ചെയ്തിട്ടും അതിങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനും, അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ തന്ന് ആപ്ലിക്കേഷൻ ലെവലുള്ള ക്വസ്റ്റ്യൻസും, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഈ ഒരു കണ്ടീഷനിങ്ങുമായിട്ട് ബേസ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു ഫോക്കസ് ഏരിയ ആണ് ടീച്ചിങ് മോഡൽസ് ആൻഡ് സ്ട്രാറ്റജീസ് എന്നുള്ളത്. ഓക്കെ, ടീച്ചിങ് മോഡൽസ് ആൻഡ് സ്ട്രാറ്റജീസ്. അപ്പൊ അതിൽ മോഡൽസിൽ അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ ഉണ്ട് ഓസ്ബലിന്റെ, ദെൻ കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ ഉണ്ട് ബ്രൂണറുടെ, അതുപോലെ ഇൻഡക്റ്റീവ് തിയറി ഉണ്ട്. അതുപോലെ തന്നെ ലെവൽസ് ഓഫ് ടീച്ചിങ്, അതിൽ തന്നെ മെമ്മറി ലെവൽ, അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ, റിഫ്ലക്റ്റീവ് ലെവൽ, ഇതിനെ ബേസ് ചെയ്തിട്ടും ഒത്തിരി തവണ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇന്ററാക്ഷൻ അനാലിസിസ്, അതായത് ഫിയാക്സ് ഉണ്ട് അല്ലെ, ഫിയാക്സ് എന്ന് പറയുമ്പോൾ ഫ്ലാൻഡേഴ്സ് ഇന്ററാക്ഷൻ അനാലിസിസ്, ഇതൊക്കെ നമ്മൾ ആക്ച്വലി സ്കിപ്പ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. ഈ ഫിയാക്സ് എന്ന് പറയുന്നത് ആക്ച്വലി സ്കിപ്പ് ചെയ്യുന്ന ഒരു ഏരിയ, ഫ്ലാൻഡേഴ്സ് ഇന്ററാക്ഷൻ അനാലിസിസ്. പക്ഷെ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് വന്ന ഒരു ഏരിയ ആണ് ഈ ഫിയാക്സ് അല്ലെങ്കിൽ ഫ്ലാൻഡേഴ്സ് ഇന്ററാക്ഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും ഈ ഏരിയാസ് ഒന്നും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ ഏരിയ ടീച്ചിങ് മോഡൽസ് ആൻഡ് സ്ട്രാറ്റജീസ് ആണ്. ഇനി നാലാമത്തെ ഏരിയ എടുക്കുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇവാലുവേഷൻ ആൻഡ് അസസ്മെന്റ് ടൂൾ. ഈ ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻ വരാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും ഇല്ല, ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പർ പോലും ഇല്ല. അസസ്മെന്റ് ആൻഡ് ഇവാലുവേഷനിൽ ഹൈ വെയിറ്റേജ് ആണ് ഈ ഒരു മൊഡ്യൂളിനുള്ളത്. അസസ്മെന്റ് ആൻഡ് ഇവാലുവേഷൻ എന്നുള്ളൊരു ഭാഗത്തിന് നല്ല വെയിറ്റേജ് ഉള്ളൊരു ഭാഗം തന്നെയാണ്. ഇതിൽ നിന്നും ഒത്തിരി ക്വസ്റ്റ്യൻസ് ഓരോ വർഷവും കണ്ടിന്യൂസ് ആയിട്ട് ഓരോ വർഷങ്ങളിലും ചോദിക്കാറുണ്ട്. നോക്കിക്കേ, എക്സ്പെക്ട് ദ ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ഓൺ ഹൗ ടു മെഷർ ദ സ്റ്റുഡന്റ് പ്രോഗ്രസ്. അതായത് ടൈപ്സ് ഓഫ് ഇവാലുവേഷൻ ഉണ്ട് അല്ലെ. ഫോർമേറ്റീവ് ഇവാലുവേഷൻ ആണെങ്കിൽ ഡ്യൂറിംഗ് ഇൻസ്ട്രക്ഷൻ ആണ്, ദെൻ സമ്മേറ്റീവ് ഇവാലുവേഷൻ ആണെങ്കിൽ ആഫ്റ്റർ ഇൻസ്ട്രക്ഷൻ ആണ്, ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ ഐഡന്റിഫൈ ദ വീക്ക്നെസ് ആണ്. ഇനി ടെസ്റ്റിൽ തന്നെ ഒരുപാട് തവണ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആയിട്ടും അസേർഷൻ റീസൺ ഒക്കെ ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസ് ആണ്. ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ടെസ്റ്റും അതുപോലെ തന്നെ നോം റെഫറൻസ്ഡ് ടെസ്റ്റും ഓക്കെ ആണല്ലോ. പിന്നെ സ്കെയിൽ ടൂൾസ് ഉണ്ട്, അതായത് ഈ റൂബ്രിക്സ് കണ്ടോ, ഇങ്ങനെയുള്ള ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഉണ്ടല്ലോ. ടൂൾസ് ആൻഡ് ടെക്നിക്സും പലതവണ പല രീതിയിലാണ് ചോദിക്കുന്നത്. ഇപ്പൊ ഒരു തവണ സാധാ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ്, ജസ്റ്റ് ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിട്ട് 1 മാർക്കിന് അങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ജസ്റ്റ് ഒരു ലൈൻ മാത്രമായിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, നെക്സ്റ്റ് ടൈം ചിലപ്പോൾ ചോദിക്കുന്നത് വലിയൊരു പാരഗ്രാഫ് തന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരിക്കും. അല്ലെങ്കിൽ അടുത്ത തവണ അസേർഷൻ റീസൺ ആയിരിക്കും, അടുത്ത തവണ മാച്ച് ദ ഫോളോയിങ് ആയിരിക്കും. അങ്ങനെ പല വെറൈറ്റി ഓഫ് രീതിയിലാണ് ആക്ച്വലി ഈ ഒരു ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നത്. പക്ഷെ സാധനം ഒരേതാണ്, അതായത് കോൺസെപ്റ്റ് അവിടെ സിമിലർ ആണ്. റൂബ്രിക്സ് ഉണ്ട്, ചെക്ക് ലിസ്റ്റ് ഉണ്ട്, പോർട്ട്ഫോളിയോസ് ഉണ്ട്, ദെൻ പെർഫോമൻസ് അസസ്മെന്റ് ഉണ്ട്. ഇതെനിക്ക് തോന്നുന്നു ഇത്തവണ നമ്മുടെ സെറ്റ് ജനറൽ പേപ്പറിലും കണ്ടുവന്ന ഒരു ഏരിയ ആണ് ഈ ഒരു ടൂൾസ് ആൻഡ് ടെക്നിക്സ് എന്നുള്ളൊരു ഏരിയ. ഇനി അഞ്ചാമത്തെ എടുക്കുവാണെങ്കിൽ റിസർച്ച് ആപ്റ്റ്യൂഡ് ആൻഡ് മെത്തഡോളജി. ഇത് നമ്മുടെ ഒരു മൊഡ്യൂൾ ആയിട്ട് തന്നെ വന്നതാണ്. അതായത് യൂണിറ്റ് 6 മൊഡ്യൂൾ 3 ആണ് ഈ റിസർച്ച് എന്ന് പറയുന്നത്. ഐ തിങ്ക് മൊഡ്യൂൾ 3 ആണ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്നും ഒരുപാട് ഇത്തവണ അസേർഷൻ റീസൺ ലെവലിൽ തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തവണ ക്വസ്റ്റ്യൻസ് വന്നത് ഒരു നെറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നത്. റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് നെറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. കാരണം ഇതുവരെ അങ്ങനെ റിസർച്ചിൽ നിന്നും അതുപോലെ അങ്ങനെ കുഴപ്പിക്കുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് ഒന്നും അധികം വന്നതായിട്ട് കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പോൾ അതിന്റെ ഡിഫിക്കൽട്ടി ലെവൽ കൂടി വരുവാണ്. സോ ക്വസ്റ്റ്യൻസ് ഫോക്കസ് ഓൺ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ സ്കൂൾ സെറ്റിംഗ് അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, ആക്ഷൻ റിസർച്ച് പല തവണയായിട്ട് വന്നിട്ടുണ്ട്. കൂടുതൽ തവണ ഈ റിസർച്ച് മെത്തഡോളജിയിൽ ഏറ്റവും കൂടുതൽ തവണ വന്നൊരു ഏരിയ ആണ് ആക്ഷൻ റിസർച്ച്. പക്ഷെ അതിനർത്ഥം ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ആക്ഷൻ റിസർച്ച് മാത്രം പഠിക്കുക എന്നുള്ളതല്ല. റിസർച്ച് മെത്തഡോളജിയിലെ ആക്ഷൻ റിസർച്ച് മാത്രം പഠിക്കുക എന്നുള്ളതല്ല. പക്ഷെ ആക്ഷൻ റിസർച്ചിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതിനൊപ്പം തന്നെ സാമ്പിളിംഗ് ആൻഡ് എത്തിക്സ്,
ഈ സാമ്പിളിംഗ് എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടോ അത്രയും ഇമ്പോർട്ടൻസ് തന്നെയാണ്, അല്ലെങ്കിൽ അത്രയും ക്വസ്റ്റ്യൻസ് എത്തിക്സ്, റിസർച്ച് എത്തിക്സ്. പക്ഷെ നിങ്ങൾ അധികം എനിക്ക് തോന്നുന്നു പലവരും സ്കിപ്പ് ചെയ്യുന്ന പോർഷൻസ് ആണ് ഈ റിസർച്ച് എത്തിക്സ്. അതുപോലെ തന്നെ പ്ലേജറിസം. ഈ പ്ലേജറിസം എന്നുള്ളത് റിസർച്ച് എത്തിക്സിൽ തന്നെ വരുന്ന കാര്യമാണ് കേട്ടോ. റിസർച്ച് എത്തിക്സിൽ തന്നെ വരുന്ന കാര്യമാണ്. എന്നാലും ഈ എത്തിക്സ് നന്നായിട്ട് പഠിക്കണം. അതുപോലെ തന്നെ നമ്മുടെ തീസിസ് റൈറ്റിംഗ് ഉണ്ട്. തീസിസ് റൈറ്റിംഗ് എന്നുള്ളൊരു കാര്യം, അതായത് APA സ്റ്റൈൽ കണ്ടോ, APA സ്റ്റൈൽ ഫോർ റെഫറൻസിങ്, അതിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. വളരെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയയാണ് റിസർച്ച് എത്തിക്സ്. അതിൽ തന്നെ പ്ലേജറിസം നമുക്ക് പഠിക്കാനായിട്ടുണ്ട്, APA സ്റ്റൈൽ പഠിക്കാനായിട്ടുണ്ട്, പിന്നെ വർക്ക്ഷോപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, സിംപോസിയ, കോൺഫറൻസ്, അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ സ്കിപ്പ് ചെയ്യുന്ന ഏരിയയിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ ഉറപ്പായിട്ടും നമ്മളൊരു ഫോക്കസ് ഏരിയ ആയിട്ട് കാണേണ്ട ഒരു ഏരിയ ആണ് ഏതെന്ന് പറയുന്നത് എത്തിക്സ് എന്ന് പറയുന്നത്. അതിന്റെ കൂടെ തന്നെ സാമ്പിളിംഗ് ഉണ്ട്, ദെൻ ടൈപ്സ് ഓഫ് റിസർച്ചും കൂടെ വരുന്നുണ്ട്. ഇനി ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ CC ലേണിംഗ് ആപ്പിനെ കുറിച്ചാണ്. നമ്മുടെ CC ലേണിംഗ് ആപ്പ് എല്ലാവരും ഒന്ന് നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒത്തിരി കാര്യങ്ങൾ അതിലുണ്ട്. അപ്പൊ നിങ്ങൾക്കത് ഓപ്പൺ ചെയ്താലേ മനസ്സിലാവുള്ളൂ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്നൊക്കെ. അപ്പൊ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്നോ നമ്മുടെ CC ലേണിംഗ് ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. അതിൽ എന്തായാലും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫ്രീ ഡെയിലി മോക്ക് ടെസ്റ്റ് ഉണ്ട്, ഡെയിലി ഫ്രീ ക്വിസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ഉണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് PDF ഉണ്ട്, റാങ്ക് ആൻഡ് പെർഫോമൻസ് അനാലിസിസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുപോലെ കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ PSC, KTET, SET, NET, SSC, RRB, ബാങ്ക്, ദെൻ ട്യൂഷൻ, ലാംഗ്വേജ് ഹബ്ബ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതുപോലെ സൈബർ സെക്യൂരിറ്റി, ഇത്രയും കണ്ടന്റ്സ് ആണ് നമുക്ക് ഉള്ളത്. അപ്പോൾ നന്നായിട്ട് തന്നെ മീൻസ് ആ ഒരു CC ലേണിംഗ് ആപ്പ് ഒന്ന് നോക്കുക. നിങ്ങൾ നന്നായിട്ട് തന്നെ ഇത് യൂസ് ചെയ്യുക. ഈ ഒരു ഓപ്പർച്യൂണിറ്റി നല്ലപോലെ തന്നെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. നമ്മൾ എപ്പോഴും ഒരു കാര്യം നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ ഒരു എക്സാമിന് വേണ്ടി പഠിക്കുകയെന്ന് വിചാരിക്കുക, പക്ഷെ കംപ്ലീറ്റ്ലി നമ്മൾ ആ കാര്യം മാത്രം നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളും ഇപ്പം മിക്കവാറും കുട്ടികൾ ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് അവരിപ്പോ ആ കാര്യത്തിൽ മാത്രമേ ഫോക്കസ് ചെയ്യുള്ളൂ. ഇപ്പൊ നമ്മൾ ഡെയിലി ഇപ്പൊ യുദ്ധം നടക്കുന്നുണ്ട്, യുദ്ധം നടക്കുന്നുണ്ടോ എന്ന് വരെ ചോദിക്കും. കാരണം നമ്മൾ ഫുള്ളി ഫോക്കസ് അതിലായി പോകും. അപ്പൊ ഇങ്ങനെ ആപ്പൊക്കെ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ ഡെയിലി കറണ്ട് അഫയേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടും. നമ്മുടെ സെറ്റ് എക്സാമിന് എന്തായാലും കറണ്ട് അഫയേഴ്സ് അനിവാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവും. ഇനി ആറാമത്തെ ഏരിയ പറയുകയാണെന്നുണ്ടെങ്കിൽ കേരള എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യൽ റിഫോമേഴ്സ് at least 5 to 10% of the paper targets Kerala specific history and institutions. അതായത് കേരള എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യൽ റീഫോമേഴ്സ് ആണ് കേട്ടോ. ഇതുവരെയുള്ളേ കേരള എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യൽ റീഫോമേഴ്സ് ആണ്. അറ്റ്ലീസ്റ്റ് 5 to 10% ഓഫ് ദ പേപ്പർ ടാർഗറ്റ്സ് കേരള സ്പെസിഫിക് ഹിസ്റ്ററി ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പൊ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് നോക്കിയ സമയത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. സോ റീഫോമേഴ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഇപ്പൊ ശ്രീനാരായണ ഗുരു, അയ്യൻ കാളിയൻ, ചട്ടമ്പി സ്വാമികൾ. ദെൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ദ റോൾസ് ഓഫ് SCRT, CMAT ആൻഡ് ഡയറ്റ് ഇൻ ദ കേരള എഡ്യൂക്കേഷൻ സിസ്റ്റം. അതുപോലെ ഇവന്റ്സിനെ കുറിച്ച് പഠിക്കാനായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ ചെറിയ ചെറിയ രീതിയിൽ ദ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ ആൻഡ് ദ പുന്നപ്ര വയലാർ റിവോൾട്ട്, ഇതൊക്കെ ചെറിയ രീതിയിലാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് എഡ്യൂക്കേഷൻ ആക്ട്. ഓക്കെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് എഡ്യൂക്കേഷൻ ആക്ട്, ഇതൊക്കെ ജനറൽ പേപ്പറിൽ വരുന്ന കാര്യങ്ങളാണ്. ലീഗൽ പ്രൊവിഷൻസ് ആർ എ റിക്കറിംഗ് തീം. നോക്കിക്കേ എന്തൊക്കെയാണ് ആർട്ടിക്കിൾസിനെ കുറിച്ച് എന്തായാലും എക്സാമിന് ചോദിക്കുന്ന രീതിയാണ് ആർട്ടിക്കിൾ. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്ന ആർട്ടിക്കിൾസ് ആണ് ആർട്ടിക്കിൾ 21A, അതായത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 29, അതായത് റൈറ്റ്സ് ഓഫ് മൈനോറിറ്റീസ് ആൻഡ് ആർട്ടിക്കിൾ 45. അപ്പൊ ഈ 3 ആർട്ടിക്കിൾ മാത്രം പഠിച്ചാൽ മതി എന്നല്ല, പക്ഷെ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ച ആർട്ടിക്കിൾസ് ആണ് ആർട്ടിക്കിൾ 21A, ആർട്ടിക്കിൾ 29 ആൻഡ് ആർട്ടിക്കിൾ 45 എന്ന് പറയുന്നത്. അപ്പൊ ആർട്ടിക്കിൾസ് അത്രയും പ്രധാനമാണ്. അതിനോടൊപ്പം തന്നെ മേജർ ആക്ട്സ്. ഓക്കെ, മേജർ ആക്ട് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. RTA Act 2005 കണ്ടോ, ഫോക്കസിംഗ് ഓൺ ദി 48-hour റൂൾ ഫോർ ലൈഫ് ഓർ ലിബർട്ടി ഇൻഫർമേഷൻ ആൻഡ് ദ PWD Act 1995 ഓർ RPWD Act 2016. അപ്പൊ ഇതും ഇമ്പോർട്ടന്റ് ആണ്. അതായത് ആർട്ടിക്കിൾസും അതുപോലെ ആക്ടുകളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഇവിടെയാണ് നിങ്ങൾ ഒരുപാട് വലിച്ചു വാരി പഠിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല.
ഇപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും, ഏതെന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്, എന്തൊക്കെയാണ് ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ളത് എന്നൊരു ഐഡിയ കിട്ടിയാൽ മതി. ആ ഐഡിയക്ക് അനുസരിച്ച് നമ്മളൊരു സ്മാർട്ട് വർക്കിലൂടെ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, മുന്നോട്ട് പോകേണ്ടതെന്നുള്ളതാണ്. അല്ലാതെ നമുക്ക് നമ്മുടെ സിലബസിൽ ആർട്ടിക്കിൾ തന്നു, അപ്പൊ നമ്മൾ ആർട്ടിക്കിൾ എല്ലാം വലിച്ചു വാരി പഠിക്കുകയാണ്. അപ്പൊ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ആർട്ടിക്കിൾ 29 ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ആണ്. എനിക്ക് തോന്നുന്നു ആർട്ടിക്കിൾ 21A എല്ലാവർക്കും അറിയുന്നുണ്ടാവും, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആണെന്നുള്ളത്. പക്ഷെ അത് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് കുറെ തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ആർട്ടിക്കിൾ 29 കാണുമ്പോൾ നമ്മൾ എല്ലാം കൂടെ വലിച്ചു വാരി പഠിച്ചത് കൊണ്ട് നമുക്ക് ഈ ചെറിയ കാര്യം പോലും ചിലപ്പോൾ ഓർമ്മയിൽ വരില്ല. അപ്പൊ വേണ്ട കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ഇനി എട്ടാമത്തെ, ഈ കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്ന ഏരിയയാണ് ICT ആൻഡ് ഡിജിറ്റൽ ഇനിഷ്യേറ്റീവ്സ് ഇൻ എഡ്യൂക്കേഷൻ. ICT ആൻഡ് ഡിജിറ്റൽ ഇനിഷ്യേറ്റീവ്സ് ഇൻ എഡ്യൂക്കേഷൻ എന്നുള്ളത്. അപ്പൊ നോക്കിക്കേ, ഈ റീസെന്റ് പേപ്പർ, അതായത് 2020 മുതൽ 2024 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ ഈ ടെക്നോളജിനെ ബേസ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇത് അനലൈസ് ചെയ്ത കാര്യമാണ് കേട്ടോ, ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത കാര്യമാണ്. അതായത് 2020 മുതൽ 2024 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്ന സമയത്ത് അതിൽ ടെക്നോളജിനെ പറ്റി ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനൊരു എക്സാമ്പിൾ ആണ് ഇപ്പൊ പ്ലാറ്റ്ഫോംസ്. അതായത് നമ്മുടെ മൂഡിലുണ്ട്, ദെൻ LMS, മൂക്സ്, അതുപോലെ ഈ പാഠശാലയൊക്കെ ഇത്തവണയും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഏരിയയിൽ നിന്നും മൂക്ക്, അതുപോലെ സ്വയം, മൂഡിൽ, LMS, അതുപോലെ തന്നെ ഈ പാഠശാല, ഇതിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. പിന്നെ സൈബർ സെക്യൂരിറ്റി, അതായത് പ്രൊവിഷൻസ് ഓഫ് ദ IT ആക്ട് ലൈക്ക് സെക്ഷൻ 66F ആൻഡ് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ, ദാറ്റ് ഈസ് CPU, ALU, അതുപോലുള്ള ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ, ഇതിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ എട്ടാമത്തെ ഫോക്കസ് ഏരിയ ആയിട്ട് പറയാനായിട്ടുള്ളത്. ഇനി ഒമ്പതാമത്തെ ഫോക്കസ് ഏരിയ ആണ് നാഷണൽ പോളിസീസ് ആൻഡ് കമ്മിറ്റീസ്. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നാഷണൽ പോളിസീസ് ആൻഡ് കമ്മിറ്റീസ് ആണ് അടുത്ത ഒരു ഫോക്കസ് ഏരിയ ആയിട്ട് പറയുന്നത്. കീ ഹിസ്റ്റോറിക്കൽ ആൻഡ് മോഡേൺ റിപ്പോർട്ട്സ് ആർ എസെൻഷ്യൽ. അപ്പൊ എന്തൊക്കെ വേണം? പോളിസീസിൽ ഏതൊക്കെയാണ് ചോദിക്കുന്നത്? NPE 1986 ചോദിക്കുന്നുണ്ട്, ആൻഡ് ദ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് NEP 2020. അതുപോലെ കമ്മിറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ യശ്പാൽ കമ്മിറ്റിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ്. അതായത് നമ്മൾ പഠിക്കുന്നത് ചിലപ്പോൾ കോത്താരി കമ്മിറ്റി, അതുപോലെ തന്നെ മുതലിയാർ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ, മുതലിയാർ കമ്മീഷൻ, പിന്നെ എന്താ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ. ആ 3 കമ്മീഷനാണ് നമ്മൾ മെയിൻലി പഠിക്കുന്നത്. എനിക്ക് തോന്നുന്നു BEdൽ അത് കൂടുതലായിട്ട് പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ നമ്മൾ സെറ്റിന് പഠിക്കുന്ന സമയത്ത് അത് നമ്മൾ കൂടുതൽ പഠിക്കും. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്ന ഒരു ഏരിയ ആണ് യശ്പാൽ കമ്മിറ്റി, ലേണിംഗ് വിത്തൗട്ട് ബേർഡ് എന്നുള്ളൊരു കോൺസെപ്റ്റില്, ആൻഡ് ദ സാർജൻ റിപ്പോർട്ട്. അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. സോ നാഷണൽ പോളിസീസ് ആൻഡ് കമ്മിറ്റീസ് ആണ് ഒമ്പതാമത്തെ ഫോക്കസ് ഏരിയ. And our last focus areas is logical reasoning and general aptitude. Okay, logical reasoning and general aptitude. Pattern recognition is consistent across all years. അതായത് ഈ ലോജിക്കൽ റീസണിങ് ആൻഡ് ജനറൽ ആപ്റ്റിറ്റ്യൂഡിന്റെ പാറ്റേൺ ഒന്നും അധികം മാറുന്നില്ല. എപ്പോഴും ഒരേ ലെവലിൽ തന്നെയാണ് ഏകദേശം ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആക്ച്വലി ഇതൊക്കെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കുറച്ച് നോക്കി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് കിട്ടാവുന്ന ഒരു ഏരിയാസ് ആണ് ഈ ലോജിക്കൽ റീസണിങ്ങും ജനറൽ ആപ്റ്റിറ്റ്യൂഡും. സോ ന്യൂമറിക്കൽ റീസണിങ്, അതായത് നമ്പർ സീരീസ്, പ്രോബബിലിറ്റി ആൻഡ് ഓർഡേഴ്സ് ഓഫ് മാഗ്നിറ്റ്യൂഡ്, അതിൽ നിന്നും എന്തായാലും ഒരു ഷുവർ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. അതുപോലെ ലോജിക്കൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോഡിംഗ്, ഡീകോഡിംഗ്, സില്ലോജിസം ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ്, അതിൽ നിന്നും ഒത്തിരി ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ ഇതാണ് നമ്മുടെ 10ാമത്തെ ഫോക്കസ് ഏരിയ ആയിട്ട് പറയാനായിട്ടുള്ളത്. അപ്പൊ ഈ 10 ഫോക്കസ് ഏരിയ, ഞാൻ പറഞ്ഞ 10 ഫോക്കസ് ഏരിയാസ് എനിക്ക് തോന്നുന്ന ഫോക്കസ് ഏരിയ അല്ല. അത് ഇപ്പൊ എനിക്ക് തോന്നുന്ന ഒരു ഫോക്കസ് ഏരിയ 10 എന്ന് പറഞ്ഞിട്ട് അത് എന്റെ പെർസ്പെക്റ്റീവിൽ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തത്, ഈ ഒരു 10 ഫോക്കസ് ഏരിയാസ് പറഞ്ഞത്. സോ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും പഠിക്കണം. പഠിച്ചു തുടങ്ങാൻ പോകുന്നേ ഉണ്ടാവുള്ളൂ എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഏരിയാസിനൊക്കെ ഒരു ഊന്നൽ കൊടുത്ത് തന്നെ, പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കണം. സോ മറക്കണ്ട, നമ്മുടെ CCയില് സെറ്റിന്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ ബേസിക്സ് തൊട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്, ഏതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇപ്പൊ ഈ 10 ഫോക്കസ് ഏരിയാസിനൊക്കെ നല്ല ഊന്നൽ കൊടുത്തുകൊണ്ട് തന്നെയാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലോട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ദാറ്റ് ഈസ് 9746455514 എന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളത്. സോ ഇന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ തന്നെ കമന്റ് ചെയ്യാം. ആൻഡ് നമ്മുടെ ചാനലും ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. ദാറ്റ്സ് ഓൾ ഫ്രം ദിസ് സെഷൻ. താങ്ക് യു. Download now CC Learning app.